നമ്മുടെ ജീവിതത്തിൽ ഔലിയാക്കളോട് ഹുബ്ബ് ഉണ്ട് എന്നുള്ളതിന് 3 അടയാളങ്ങളാണ് ഇമ്മത്ത് എഴുതി വെക്കുന്നത്. നമുക്ക് ജീലാനി തങ്ങളോട് ഇഷ്ടമുണ്ട്, റിഫായ് ഷേഖിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, CM വലിയുല്ലാഹി തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നതിന് 3 അടയാളങ്ങളാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നത്. 1, അവരുടെ ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് നമ്മളും ചെയ്യുക. ജീലാനി തങ്ങൾ കൂടുതൽ ചെയ്തത് ദീനെ ജീവിപ്പിക്കാനുള്ള പണിയാണ്, അപ്പോൾ നമ്മളും ചെയ്യുക. ജീലാനി തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ട് മെമ്പർഷിപ്പ് ഉണ്ടാവും. എന്തുകൊണ്ട്? അവർ ദീനി പ്രവർത്തകരാണ്, അതുകൊണ്ട് നമ്മൾ ദീനി പ്രവർത്തകരാവണം. ഒറ്റയാനായി ജീവിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ഹൈറാത്തുകൾ മുടങ്ങാനുള്ള കാരണമാണ്. ഒരുപാട് ആൾക്കാരുടെ ദുആ കിട്ടാനും ഒരുപാട് ഹൈറാത്തുകൾക്ക് തൗഫീഖ് കിട്ടാനുള്ള പുതിയ കാല പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പ്രാസ്ഥാനിക പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം എന്നുള്ളത്. സംഘടനയിൽ ഉള്ള ഒരു മുദരിസ് സംഘടനയിൽ ഇല്ലാത്ത ഒരു മുദരിസും തമ്മിലുള്ള അന്തരം നമുക്ക് പച്ചയായ പകൽ വെളിച്ചം പോലെ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ സംഘടനാ വർഷം ജാമിയ സഅദിയയിൽ വെച്ച് SSFൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പ് നടക്കുന്നു. അന്ന് ജാമിയ സഅദിയയിലെ സീനിയർ മുദരിസും സമസ്ത മുഷാവറയിലെ മുതിർന്ന ലീഡറുമായ മാണിക്കോത്ത് ഉസ്താദാണ് നമുക്ക് നസീഹത്ത് നൽകി ദുആ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ക്ഷണിക്കപ്പെട്ടത്. ഉസ്താദ് ദുആക്ക് വേണ്ടി ചെയറിൽ ഇരുന്ന് അല്പം നസീഹത്ത് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, ഈ ജാഫർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CN ജാഫർ സാറയാണ്. ഈ ജാഫർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പരിപാടിക്കൊന്നും വരില്ല, ദർസൊക്കെ നിർത്തിയിട്ട് ഞാൻ ആ പരിപാടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ജാഫർ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചപ്പോൾ തുഹഫയും ബുഖാരി ഓതി കൊടുക്കുന്ന മഹാനായ മാണിക്കൂത്ത് ഉസ്താദിൻ്റെ നേരെ വാക്കെടുത്തു തിരിച്ച് പറയുകയാണ്. ഉസ്താദ് പറയാണ്, വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ വരില്ല, നിങ്ങളുടെ പരിപാടിക്കൊന്നും ഞാൻ വരില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മരണപ്പെട്ടാൽ ഈ ജാഫറിനെ പോലത്തെ SSFൻ്റെ കുട്ടികളല്ലേ എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ടതും ലക്ഷക്കണക്കിന് തഹ്ലീലിന് അവസരം ഒരുക്കേണ്ടതും, ഇവരെ മേലല്ലേ ഈ വാട്സപ്പ് മറ്റിലുള്ളത്. അങ്ങനെയാണ് മക്കളെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ജാഫറെ, SSFകാരെ, ഞാനൊക്കെ മരിച്ചാൽ നിങ്ങൾ എനിക്ക് ദ്വാരക്കണേ എന്ന് പറയുമ്പോൾ അവിടെയുള്ള 2000-ലധികം വരുന്ന SSFകാരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വീണുപോയി. ഈ പ്രസ്ഥാനത്തെ ഈ മുതിർന്ന ലീഡേഴ്സ്, പതിറ്റാണ്ടുകളോളം ദർശനം നടത്തിയ ഉസ്താദുമാരും എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ പ്രതീക്ഷയോടെ പ്രവർത്തകരെ നോക്കിക്കാണുന്നത് എന്ന ആശയമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ 1ാമത്തെ അടയാളം, അവർ എന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കും. CM വലിയുല്ലാഹി തങ്ങൾ എന്തിനു ജീവിച്ചു എന്ന ഉദ്ഘാടന സംസാരത്തിൽ സെയ്ദ് അവർകൾ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകേണ്ടയാളല്ല. നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം. സംസ്ഥാന ട്രഷറർ SOSൻ്റേത് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ബദുർ സാദാത്ത് ഖലീൽ തങ്ങ ഉപ്പാപ്പയുടെ ജ്യേഷ്ഠനും സാദാത്തുക്കളുടെ കൂട്ടത്തിൽ മുതിർന്ന ആളുമായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുന്ന് വഫാത്താവണം. മഞ്ചേശ്വരം മൽഹറാണ് അവിടുത്തെ പ്രധാന നേതൃത്വം നൽകുന്ന സ്ഥാപനം. തങ്ങൾ ഉപ്പാപ്പയോട് മൽഹറുകാർ ചോദിച്ചത്ര, തങ്ങൾ ആഴ്ചക്ക് എന്തിനാണ് SOSൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിന് കോഴിക്കോടേക്ക് പോകുന്നത്? മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ കർണാടകയുടെ കുറച്ച് ഇപ്പുറത്തുള്ളൊരു ബോർഡറാണ്. കാസർഗോഡ് നിന്നും ഇനിയും ഉപ്പളയും കുമ്പളയൊക്കെ കഴിയണം. അവിടുന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ ഏറെക്കുറെ 2+ മണിക്കൂർ എടുക്കും. കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ദുആ സ്വലാത്തിനൊക്കെ നേതൃത്വം നൽകാനുണ്ടെങ്കിൽ അന്ന് പോയി അവിടെ മീറ്റിങ്ങിൻ്റെ ദിവസമാണെങ്കിൽ പങ്കെടുക്കാം എന്നല്ലാതെ മീറ്റിങ്ങിനായിട്ട് കോഴിക്കോടേക്ക് ആഴ്ചക്ക് എന്തിനു പോകണം എന്ന ചോദ്യത്തിന് തങ്ങൾക്ക് ചോദ്യത്തിൻ്റെ താല്പര്യം ബോധ്യം തങ്ങൾ ജാമ്യവും മാനിയായൊരു മറുപടിയാണ് പറഞ്ഞേക്കണത്. എന്താ തങ്ങളുടെ മറുപടി എന്നറിയാം? എന്നെക്കൊണ്ട് SOSനൊന്നും ഉപകാരമൊന്നും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ക്ലാസ് നോട്ടും സർക്കുലറും മറ്റ് അജണ്ടകളൊക്കെ നിർണ്ണയിക്കാൻ പ്രിയപ്പെട്ട SOSൻ്റെ സംഘടനയിലെ നേരത്തെയുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിലും
ഒന്ന് പറഞ്ഞാൽ SOS കൊണ്ട് എനിക്കൊന്നും ഉപകാരമൊന്നുമില്ലെങ്കിലും, SOSന് എന്നെ കൊണ്ടൊന്നും ഉപകാരമില്ലെങ്കിലും SOS കൊണ്ട് ഞാൻ നന്നാവുന്നുണ്ട് എന്നാണ് ആര് പറയണത്? ഒരുപാട് ത്വരീക്കത്തിൻ്റെ ഷെയ്ഖായ പൊസോട്ട തങ്ങളുപ്പാപ്പ പറയണത്. അതാണ് കൂട്ടുകാരെ നമ്മുടെ ഉലമാ നമുക്ക് വരച്ച് തന്നൊരു വഴി. അതാണ് ഔലിയായിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാ ആൾക്കാരും ഒന്നാമത് ചിന്തിക്കേണ്ടത്. അവർ എന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കും. ചെറിയ ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഉണ്ടാകും. ഇബ്രാഹിം നബി കഅബ എടുക്കുന്ന സമയത്ത് SSFകാരനായ ഇസ്മായിൽ നബിയും കൂടി കൂട്ടിയിട്ടാണല്ലോ കഅബ നിർമ്മിച്ചത്. ആ കഅബയിലേക്ക് തിരിയുന്നവർ ചേർത്തു പിടിക്കലിൻ്റെ ആശയങ്ങൾ തന്നെയാണ് എപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നതുകൊണ്ടൊന്നും ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിച്ചു പോകരുത്. അങ്ങനെ അടിച്ചു പോയാൽ നമ്മൾ ഒറ്റയാനാവും, നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. ജനാസ കട്ടിലിൽ ചുറ്റുവട്ടത്ത് കുറേ പേരുണ്ടാവണമെങ്കിൽ, നമ്മളെ മീസാൻ കല്ല് തിരിഞ്ഞു നോക്കാൻ ആൾക്കാരുണ്ടാവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറേ പേർക്ക് വേണ്ടി ജീവിക്കണം. അർശിൻ്റെ തണൽ കിട്ടുന്ന 87 വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള. ആ വിഷയം പറയാൻ വേണ്ടി മാത്രം മഹാന് 2 റിസാലകളുണ്ട്. സഹാബി ഇമാമിനുണ്ട്, ഇബ്നു അന്നാൻ്റെ വിശദീകരണമുണ്ട്, കുറേ അയിമ്മത്തിനുണ്ട്. അതിൽ ഒന്നാമത് നമ്മളൊക്കെ ബുഖാരിയിൽ കേൾക്കുന്ന സബഅത്തു യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല എന്ന് പറയുന്ന ഒന്നാമത്തേത് മുതൽ അതിലേറെക്കുറെ വിഭാഗവും ആർക്കാണ് അർശിൻ്റെ തണൽ കിട്ടുന്നത് എന്ന് പരിശോധിച്ചാൽ ഒന്നാമത് ആരെയാണ് പറയണത്? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. എന്താണ് നീതിമാനായ ഭരണാധികാരിക്ക് അർശിൻ്റെ തണൽ ലഭിക്കാനുള്ള കാരണം? ബിക്കോസ് അയാൾ ജീവിതത്തിൽ കുറേ പേർക്ക് തണലായി. അതുകൊണ്ട് തന്നെ അയാൾക്ക് തണൽ ആവശ്യമുള്ള സമയത്ത് ഞാൻ തണൽ കൊടുക്കും എന്നാണ് പറയുന്നതിൻ്റെ തർക്കം. നമ്മൾ കുറേ പേർക്ക് തണലാവുന്നതിൻ്റെ പേരാണ് SOS സാന്ത്വനം. അതിൻ്റെ പേരാണ് SOS സാന്ത്വനം, SOS ആശ്വാസം. മുസ്ലിം ജമാഅത്തിൻ്റെ ഭവന പദ്ധതി അതാണ് തണൽ ആവുക എന്ന് പറയുന്നത്. ഇസ്ലാമിലൊരു സിദ്ധാന്തമുണ്ട്. എന്താണ് സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ, ഏത് ആശയമാണോ ജീവിതത്തിൽ കൂടുതലുള്ളത് അതേ ആശയത്തിലായിരിക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുക. അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ വേണ്ടി, വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹ് പറഞ്ഞത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ കൂലി നന്മയായിട്ട് തരും എന്ന്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ താല്പര്യം? ഒരാൾ വേറൊരാളുടെ എന്തോ ഒരു കുറവ് അറിഞ്ഞു, അയാളുടെ സാമ്പത്തികമായ തട്ടിപ്പ്, അയാൾ ആരോടോ നടത്തിയ ഒരു വെട്ടിപ്പ് അറിഞ്ഞു. മഹല്ല് ഗ്രൂപ്പിൽ ഇട്ട് വഷളാക്കാതെ, കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അയാളെ കൊളാക്കാതെ, അയാളുടെ കുറവ് ആരോടും പറയാതെ മറച്ചു വെച്ചാൽ ഉറപ്പ്, നിൻ്റെ ഒരു കുറവിൻ്റെ ലഗേജും മാഷറിൽ ഞാൻ തുറക്കൂല, പൊട്ടിക്കൂല. അള്ളാൻ്റെ ഓർഡർ അങ്ങനെയാണ്. എന്ത് നന്മയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്തത്, ആ നന്മൻ്റെ നേരെ മിസിലായിരിക്കും ഇരട്ടിയായിട്ട് പ്രതിഫലം തരുന്നത്. അതാണ് പറയണത് വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. നീ ഒരാളെ സഹായിച്ചാൽ നിന്നെ എല്ലാ കാലത്തും ഞാൻ സഹായിക്കും. നവവി ഇമാമിൻ്റെ തർജുമ എഴുതുമ്പോൾ അവിടെ വിശദീകരണത്തിൽ കാണാം, ഒരാളെ സഹായിച്ചാൽ തന്നെ, ഒരു മുഅ്മിനെ സഹായിച്ചാൽ തന്നെ നിൻ്റെ കാര്യം മുഴുവൻ റബ്ബ് ഏറ്റെടുക്കുമെങ്കിൽ 1000കണക്കിന് ആളെ ഏറ്റെടുക്കണ നമ്മുടെ ഉസ്താദുമാരുടെ പ്രതിഫലത്തിലായിരിക്കും. ഈ പ്രാവശ്യത്തെ മർക്കസ് സമ്മേളനത്തിൽ സനത് കൊടുത്ത മുത്തഅല്ലിമീങ്ങളടക്കം 12,000 മേലെ സഖാഫികളായി. എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം എക്സാം എഴുതി ഫാരിഗായി കാമിൽ സഖാഫിമാരും സഖാഫിമാരായ ആൾക്കാർക്ക് സനത് കിട്ടണത്രേ. 7000-ലധികം യത്തീം മക്കൾ പഠിച്ചിറങ്ങി തുർക്കിയ യത്തീംഖാനയിൽ നിന്ന്. SSFൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി മർക്കസിൽ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത്. എത്ര പേരുടെ തണലാണ് ഈ അവശകാലത്തും അവിടുത്തെ ജീവിതം കൊണ്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. CM വലിയുള്ളഹയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സുൽത്താനുൽ ഉലമയുടെ അനുയായികളായി നമ്മളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ പറച്ചിലൊക്കെ കുറച്ചൊന്ന് നിർത്തി മണ്ണിലിറങ്ങി പണിയെടുക്കുന്നവരായി നമ്മൾ മാറണം. ഖന്തക്കിൻ്റെ ഭൂമിയിൽ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് മണ്ണിങ്ങനെ കുഴിയിൽ നിന്ന് വന്ന് മുത്തുനബിയുടെ ഷോൾഡർ വരെ മണ്ണെത്തിയിട്ടുണ്ട്. മണ്ണിൽ ഇറങ്ങിയ നേതാവാണ് നമ്മുടെ നേതാവ്. അതിനപ്പുറം ഇനി എന്താ വേണ്ടത്?
ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആളുടെ പേരാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ലാസ്റ്റേ പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ, ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ. എന്താണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നതിൻ്റെ താല്പര്യം? രാത്രി ഫുഡ് കിട്ടാത്ത അഹ്ലു സുഫത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടാവരുത് എന്നാണ് അവിടുത്തെ മനസ്സിലെ സ്നേഹം, സാന്ത്വനം. കണ്ടോ, അഹ്ലു സുഫത്ത് ഈ ഭാഗത്തുണ്ടാവും, പണക്കാരായ മയാസിർ സ്വഹാബ പണക്കാർ ഇവിടെ ഉണ്ടാവും. ഓരോ സ്വഹാബിമാരെ വിളിച്ചുകൊണ്ട് ചോദിക്കും, മോനിക്ക് എത്ര പേരെ ഇന്ന് വീട്ടിലേക്ക് ഫുഡിന് കൊണ്ടുപോകാൻ പറ്റും? രണ്ടാൾ വരും. മോനിക്ക് എത്ര പേരെ? 2 ആളെ. ഇനി എത്ര പേരുണ്ട്? ഇനിയും 60 ആളുണ്ടല്ലേ, കുഴപ്പമില്ല. ഈ ത്യാഗം കണ്ടിട്ട് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 38 ആളെ തക്കാഫുൽ ഏറ്റെടുത്തോളാം. അങ്ങനെ തന്നെയാണ് കേരളീയ ഉമ്മത്ത് തക്കാഫുൽ ഏറ്റെടുത്തത്. ശരിക്കും എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോണത്? എന്താ കാര്യം? എന്താ അതിൻ്റെ കാര്യം? കൊടുത്തവർ തന്നെ കൊടുക്കുന്നു. പിരിവുണ്ടാവുമെങ്കിൽ ഞാൻ ആ പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞവർ തന്നെ ഫസ്റ്റ് തക്കാഫുൽ ഏറ്റെടുക്കുന്നു. ഗൾഫിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉസ്താദേ ഇവിടെ പിരിവ് കൊണ്ട് മുട്ടി തീർക്കുകയാണ്, എന്നിട്ട് അവരെന്നല്ലേ ഇതൊക്കെ കൊടുക്കുന്നത് വീണ്ടും. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 1400 കൊല്ലം മുമ്പ് നുബുവത്തിൻ്റെ ചുണ്ടിൽ നിന്ന് ഒരു വാക്ക് വന്നിട്ടുണ്ട്. ആ വാക്കെന്തായിരുന്നു എന്ന് വെച്ചാൽ അന വഖാഫുലിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. ആ വാക്കിന് കോടിക്കണക്കിന് യതീമക്കളുടെ തണലുണ്ട് ആ വാക്കിൽ. ആ വാക്ക് നുബുവത്തിൻ്റെ ചുണ്ടെന്ന് വന്നുകൊണ്ട് അതിനത്രമാത്രം ശക്തിയുണ്ട്. ഇനി 1 മാസത്തേക്ക് ഇവിടെ ഒരു പിരിവും വേണ്ട എന്ന് പറഞ്ഞ സദസ്സിൽ തന്നെ പിരിവുണ്ട്.